യമുനയിലെ ജലത്തിൽ വിഷാംശമുണ്ടെന്ന നിലപാടിൽ ഉറച്ച അരവിന്ദ് കെജ്രിവാൾ പൊതുജനാരോഗ്യം കണക്കിലെടുത്താണ് പരാമർശമെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിൽ കെജ്രിവാൾ അറിയിച്ചു. അതേസമയം കെജ്രിവാളിനെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് ഹരിയാന സർക്കാരിന്റെ തീരുമാനം. വിവരങ്ങളുമായി രാകേഷ്, ഒരു വേള നായബ് സിംഗ് സൈനി നേരിട്ട് ആ ജലം കുടിച്ചുകൊണ്ട് യമുനയിലെ വെള്ളം കുടിച്ചുകൊണ്ട് ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സാഹചര്യം നാടകീയത അങ്ങേ അറ്റം വരെ എത്തുന്നു. പക്ഷേ കെജ്രിവാൾ ആകട്ടെ ഇതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ലാപ്പിൽ ഏറ്റവും പ്രധാന വിഷയമായി യമുന നിറയുകയാണോ? ശ്രീജ, തീർച്ചയായും. കാരണം ചില നേതാക്കൾ യമുനയിലെ വെള്ളം കുടിക്കാൻ വെല്ലുവിളിക്കുന്നു, ചിലർ കുടിച്ചു കാണിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ യമുനയിൽ കലങ്ങി മറങ്ങുകയാണ് ഡൽഹി രാഷ്ട്രീയം. ഏതായാലും കെജ്രിവാൾ ഇന്നലെ 8 മണിയായിരുന്നു കെജ്രിവാളിന്റെ സമയപരിധി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകാൻ കെജ്രിവാൾ അതിനു മുമ്പ് മറുപടി നൽകിയിട്ടുണ്ട്. ഈ മറുപടിയിൽ തന്റെ നിലപാട് കെജ്രിവാൾ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം യമുനയിൽ വിഷാംശമുണ്ട്, ആ നിലപാട് കെജ്രിവാൾ കമ്മീഷൻ നൽകിയ മറുപടിയിലും പറയുന്നു. പൊതുജനാരോഗ്യം കണക്കിലെടുത്താണ് താൻ ഇത്തരം ഒരു പരാമർശം നടത്തിയത്, അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കെജ്രിവാൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. 14 പേജുള്ള കത്താണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. കെജ്രിവാൾ ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചിരിക്കുന്ന കാര്യം, നേരത്തെയും ഡൽഹിയിലേക്ക് വരുന്ന വെള്ളത്തിൽ അമോണിയത്തിന്റെ അളവ് കൂടുതലാണ്. അത് 3 ppm ആയിരുന്നെങ്കിൽ അത് പിന്നീട് ജനുവരി 21 ശേഷം അതിന് ഇരട്ടിയായി വർദ്ധിച്ചു, ഏതാണ്ട് 7 ppm ആയി വർദ്ധിച്ചു എന്ന ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കെജ്രിവാൾ ഏതായാലും മറ്റ് നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും അമിത്ഷായും യമുനയിലെ വെള്ളം കുടിക്കാൻ തയ്യാറാകണം, അതിന് വെല്ലുവിളിക്കുന്നു എന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളും ഈ വിഷയത്തിൽ കെജ്രിവാളിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം, ശീഷ് മഹലിൽ താമസിക്കുന്ന കെജ്രിവാൾ ശുദ്ധജലം കുടിക്കുന്നു, ഡൽഹി നിവാസികൾ മലിനജലം കുടിക്കുന്നു, ആ വെള്ളം കുടിക്കാൻ ഒരിക്കലും കെജ്രിവാൾ തയ്യാറാവില്ല. അതിനെ തയ്യാറാകുമെന്ന ചോദ്യം രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കളത്തിൽ പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ റാലി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലുണ്ടായിരുന്നു. അടുത്ത 3 ദിവസവും മോദി ഡൽഹിയിലെ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും കെജ്രിവാളിനുള്ള മറുപടി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന കത്തിലുള്ള മറുപടി ഇന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വ്യക്തമാക്കിയ കാര്യം, മോദിയും യമുന തന്നെയാണ് പ്രധാനമായും ആയുധമാക്കിയത്. പ്രത്യേകിച്ച് താൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്, ഈ വെള്ളമാണ് കുടിക്കുന്നത്. ഹരിയാന കഴിയുന്ന ആളുകളുടെ ബന്ധുക്കൾ ഡൽഹിയിലാണ് കഴിയുന്നത്. അപ്പോൾ എങ്ങനെ ഇത്തരത്തിൽ വിഷാംശം കലർന്ന ജലം വിതരണം ചെയ്യാൻ കഴിയും, എങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് മോദിയുടെ ചോദ്യം. അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യമുന പ്രധാന ആയുധമാക്കിയിരിക്കുകയാണ്, പ്രചാരണ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും എന്തായിരിക്കും ഇനി കോൺഗ്രസും BJPയും പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരിയാന നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷൻ നൽകിയിരിക്കുന്ന മറുപടിയിലും വിഷാംശ പരാമർശം കെജ്രിവാൾ ആവർത്തിച്ച സാഹചര്യത്തിൽ ഏതായാലും നായബ് സിംഗ് സൈനി ഇന്നലെ ഡൽഹിയിലെ ഒരു ഗ്രാമത്തിൽ, പല്ല ഗ്രാമത്തിലെ യമുന കടന്നുപോകുന്ന വഴിയിൽ യമുന ജലം കുടിച്ചുകൊണ്ടുള്ള ചിത്രം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. അത്തരത്തിൽ ഹരിയാന വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ഏതായാലും വിഷാംശമില്ല എന്ന് ആവർത്തിക്കുകയാണ് ഹരിയാന സർക്കാർ. ശ്രീജ. ശരി രാകേഷ്, അവസാന ഘട്ടത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയുകയാണ് യമുന. പക്ഷേ യമുനയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? കാളിന്തിയെ രക്ഷിക്കാനെത്തിയ കാളിയനുമൊക്കെ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നത് അറിയേണ്ട കാര്യമാണ്. പക്ഷേ